പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ഒരു ഫിഷ് പോണ്ട് നമ്മൾ ക്ലീൻ ആക്കാൻ പോവുകയാണ്. അത് ക്ലീൻ ആക്കുന്നതിന് രണ്ട് കാരണമുണ്ട്. അതുകൂടാണ്ട് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ കുറച്ച് നാളത്തേക്കുള്ള ഒരു അവസാനത്തെ വീഡിയോ ആയിരിക്കും. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന നേരത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഫിഷ് പോണ്ട് ക്ലീൻ ആക്കുന്നതെന്ന്. ഒന്ന് അവതരം പറയുമ്പോൾ ഇഷ്ടംപോലെ ലൈവ് ഫീഡുകളെ വെച്ചിരുന്ന ഒരു ട്രാപ്പ് നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നു. അതായത് നമ്മുടെ അടുത്ത് നിന്ന് കുറേ 300ഓളം ലൈവ് ഫീഡുകൾ നമ്മുടെ കരിങ്കണ്ണി, പൂനാട്ടി അങ്ങനെയുള്ള, അതായത് സ്പൈക്ക് ടേൽഡ് പാരഡൈസ് ഫിഷ് അല്ലെങ്കിൽ സ്ട്രൈപ്ഡ് പഞ്ചക്സ് അങ്ങനെയുള്ള മീനുകളെയൊക്കെ നമ്മുടെ സ്നേക്ക് ഹെഡിനും അതുപോലുള്ള മോൺസ്റ്റർ ഫിഷുകൾക്കൊക്കെ ഫീഡാക്കാൻ വേണ്ടി നമ്മൾ പിടിച്ചിട്ട് വന്നായിരുന്നു. സംഭവത്തിന് നമുക്ക് ഇടാൻ വേറെ സ്ഥലം ഇല്ലാത്തിരുന്നതുകൊണ്ട് ഒരു ട്രാപ്പ് ഉണ്ടാക്കി. ഒരു എന്തായിരുന്നു, വലിയൊരു ക്യാൻ എടുത്തു. ക്യാനിന് കുറേ ഹോൾ ഇട്ടു, ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടു. ഡവത്തിൽ വെള്ളം നിറച്ചിട്ട് ആ ഒരു ക്യാൻ നമ്മുടെ മോൺസ്റ്റർ പോണ്ടിൽ നമ്മൾ മുക്കി വെക്കും. ആ നേരത്ത് വെള്ളം പുറത്തോട്ടും പോകും, വെള്ളം അകത്തോട്ടും കയറിക്കോളും. പക്ഷേ മീൻ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, വേറെ മീനൊന്നും അകത്തോട്ടും കയറത്തില്ല. ഈ ഒരു മീനുകളെല്ലാം സേഫായിട്ട് ആ ക്യാനിൻ്റെ അകത്ത് കിടന്നോളും. ഡവത്തിൽ നിന്ന് നമ്മൾ വേണ്ട സമയത്ത് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ക്യാൻ ഈ അടുത്ത് മഴയും കണ്ട് വേദപ്പോഴത്തേക്കും നമ്മുടെ ആ മോൺസ്റ്റർ ഫിഷിൻ്റെ വാലം കണ്ടും കൊണ്ട് ക്യാൻ എന്തോ മറിഞ്ഞ് വീണു. അപ്പോൾ ആ ഒരു ലൈഫ് ഫീഡുകളെല്ലാം ഇപ്പോൾ ആ ഒരു പടുത്ത കുളത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് പിടിച്ചെടുക്കണം. അതാണ് ഒന്നാമത്തെ പരിപാടി. പിന്നെ നമ്മുടെ ആ മോൺസ്റ്റർ ഫിഷിനെ കാണിക്കാൻ, അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. സംഭവം ഒടുക്കത്തെ അഗ്രസീവാണ് കേട്ടോ, ഭയങ്കര ചാട്ടാണ്. ഈ ഒരു മീന നിങ്ങൾ പിടിക്കാൻ നേരത്ത് ശ്രദ്ധിച്ചും നോക്കി കണ്ടൊക്കെ പിടിക്കണം. ഇല്ലെങ്കിൽ മീനും ഡാമേജ് ഉണ്ടാകും, ചിലപ്പോൾ നിങ്ങൾക്കും ഡാമേജ് ഉണ്ടാകും. പിന്നെ നമ്മുടെ അവസാനത്തെ വീഡിയോ എന്ന് പറയാൻ കാരണം, ഒരു 1.5 മാസത്തേക്ക് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതായത് ലോങ് വീഡിയോ, ഇങ്ങനെയുള്ള 8 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനത്തെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. യൂട്യൂബിൽ അങ്ങനെയൊന്നും ഇടുന്നതായിരിക്കത്തില്ല. എന്നും പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ. സോ വീക്ക്ലി 1-2 ഷോർട്സ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ടാങ്കിലാണ് നമ്മുടെ നിലവിൽ ഏറ്റവും ഭാരം കൂടിയ മീൻ കിടക്കുന്നത്. ഒരു ജിമിട്ടൻ മോൺസ്റ്ററാണ് കേട്ടോ. അതുകൂടാണ്ട് വേറൊരു സാധനം ഈ ടാങ്കിൽ നമ്മൾ ഇട്ടായിരുന്നു, ഒരു ഫിഷ് ട്രാപ്പ്. ഫിഷ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷ് ട്രാപ്പ് എന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് ഫെയിലായി. നമുക്കധികം മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ടാങ്കിലോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ലൈവ് ഫീഡുകൾ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ജീവനുള്ള ലൈവ് ഫീഡെന്ന് പറയാൻ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ നമ്മുടെ വേറെ പാത്രം ഉണ്ടാകുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് വെക്കും. ഇതാ നേരത്തെ ഇത് പുറത്തോട്ട് ചാടി പോകത്തില്ല. പക്ഷേ സംഭവം മഴ എന്തോ വന്നപ്പോൾ മറിഞ്ഞ് വീണ് മീനുകളെല്ലാം ടാങ്കുമായിട്ട് മിക്സായി പോയി, ലൈവ് ഫീഡുകളെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവന്മാരെ കണ്ടത്. ഇവന്മാരെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഇന്ത്യൻ റെഡ് ബഗ്ഗാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇപ്പോൾ ഇവന്മാരാണ്, ഇങ്ങനെ ഒട്ടി ഒട്ടി നടക്കും. എന്താ പരിപാടിയാണെന്നറിയില്ല. അപ്പോൾ ഈ ഒരു ട്രാപ്പിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും ഊട്ടയുണ്ട്. അപ്പോൾ വെള്ളം കയറിയും ഇറങ്ങിയൊക്കെ ചെയ്തോളും. മീനുകളെല്ലാം സേഫായിട്ട് അതിൻ്റെ അകത്ത് കിടക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടപ്പോൾ കോരി കൊടുത്താൽ മതി. ടാങ്കിലോട്ട് ചുമ്മാ ഇടുവാണെങ്കിൽ നമുക്ക് പിടിക്കാനൊക്കെ പാടായിരിക്കും. ചിലപ്പോൾ ഇതിനകത്തുള്ള മോൺസ്റ്റർ ഫിഷ് എന്തായാലും ഈ മീനുകളെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ പാടയൊക്കെ മാറ്റിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. എന്താ ഇത്രയും ക്ലിയറാണ് കേട്ടോ. വെള്ളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര മോശമൊന്നുമല്ല. ആ ഇല വീണിട്ട് ഇല ചീനേൻ്റെ ആ ഒരു ചെറിയൊരു കളറിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെള്ളം എല്ലാം പക്ക ക്ലിയറാണ്. അപ്പോൾ ഇതിനകത്തുള്ള ലൈവ് ഫീഡുകൾ, അതായത് കുപ്പി, നമ്മുടെ ഫിഷ് ട്രാപ്പ് മറിഞ്ഞു പോയ ലൈവ് ഫീഡുകളെയൊക്കെ നമുക്കൊന്ന് പിടിച്ചെടുക്കാം. ആദ്യമായിട്ട് ഈ ഒരു സാധനത്തിനെ കിട്ടിയത് ഇതറിയാമല്ലോ, നമ്മുടെ എന്തായിരുന്നു സ്ട്രൈപ്ഡ് പഞ്ചക്സ് എന്നൊക്കെ പറയും, പൂഞ്ഞാട്ടി അല്ലെങ്കിൽ മാനത്തേണി എന്നൊക്കെ പറയും. എന്നിട്ട് വീണ്ടും നമ്മൾ കോരിയിട്ട് കുറേ ലൈവ് ഫീഡുകളെ കിട്ടിയിട്ടുണ്ട്. ഇതായി കാണുന്ന പോലെ ഇതിനേക്കാളും കൂടുതലുണ്ട്. ഞാൻ ലാസ്റ്റ് എല്ലാത്തിനും കൂടി പിടിച്ചങ്ങ് കാണിച്ചു തരാം. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോരി നമുക്ക് അധികം മീനുകളൊന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ വെള്ളം കോരി കളയണമല്ലോ. വെള്ളം കോരി കളയാൻ നേരത്ത് അതിൻ്റെ ഒപ്പം മീനുകളും പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ വെള്ളം കോരിയിട്ട് ഈ ഒരു ട്രാപ്പിനകത്തോട്ടായിരിക്കും ഒഴിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്തായിരുന്നു ആ ഹോളിൽ കൂടെ പുറത്തോട്ട് പൊക്കോളും. മീനുകളാണെങ്കിൽ ട്രാപ്പിൻ്റെ അകത്ത് തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം വെള്ളമെല്ലാം നമ്മളങ്ങനെ കോരി അത്യാവശ്യം ലൈഫ് ഫീഡുകളെല്ലാം പിടിച്ചു. ഇനി നമ്മുടെ മോൺസ്റ്ററിന് എടുക്കാൻ സമയമായി. ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ, ഈ ഒരു പർട്ടിക്കുലർ സീൻ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു മീൻ കിടപ്പുണ്ട് ഈ വെള്ളത്തിൽ. ഏത് മീനാണെന്ന് പറയാമോ? നിങ്ങൾക്ക് ആ വാല് മാത്രം പൊങ്ങുന്ന കാണാൻ പറ്റും. അപ്പോൾ ആ വാല് മാത്രം പൊങ്ങുന്ന കണ്ടിട്ട് കുറേ പേര്, ചുമന്ന കളറിലെ വാലാണല്ലോ, റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനൊക്കെ ആ ഒരു വാലുണ്ടല്ലോ. സോ ഇവന്മാർ പറയുക ഇത് റെഡ് ടെയിലാന്ന്, അല്ലെങ്കിൽ കുറേ പേര് വാഗയെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ കുറേ പേര് പല ടൈപ്പ് മീൻ, രോഹു, കട്ട്ല, ചെമ്പല്ലി അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. ആക്ച്വലി അതിതൊന്നും അല്ലായിരുന്നു. ഇതായിരുന്നു ഐറ്റം. നമ്മുടെ ജൈൻ ഗൗറാമയാണ് കേട്ടോ. നോർമൽ ജൈൻ ഗൗറാമയാണ്, റെഡ് ടെയിൽ ജൈൻ ഗൗറാമ അല്ല. അത് വേറൊരു സാധനം, അതല്പം കോസ്റ്റ്ലിയാണ് കേട്ടോ. നമ്മുടെ നോർമൽ ജൈൻ ഗൗറാമയാണ്. അത്യാവശ്യം സൈസുണ്ട്. നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 2 വർഷമായിട്ടിരിക്കുന്ന മുതലാണ്. ഇവൻ മാത്രമേ ഈ ടാങ്കിലുള്ളൂ. വേറെ ഏത് മീൻ ഈ ടാങ്കിലിട്ടാലും ഇവൻ കൊത്തി നല്ല രീതിയിൽ അഗ്രസീവാക്കി കൊല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു ഫുൾ കൈപ്പത്തിനേക്കാളും നല്ല രീതിയിൽ സൈസുണ്ട്. എനിക്കിത് കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ കൈപ്പത്തിയുടെ അത്ര മാത്രമേ ഈ സാധനം ഉള്ളായിരുന്നു. ഇതിനധികം ഗ്രോത്ത്, ഈ ഒരു ഗ്രോത്ത് ഒന്നും കിട്ടിയാൽ പോരാ. അതിന് പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ടാങ്ക് അല്പം ചെറുതാണ്. ഇത് ഈ ടാങ്കിൽ കിടന്നാലേ ഈ ഒരു ഗ്രോത്തൊക്കെ വെക്കത്തുള്ളൂ. ഇനി ഗ്രോത്ത് വെക്കണമെങ്കിൽ വേറൊരു ടാങ്കിലോട്ട് വീണ്ടും മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഞാനിതിന് അത്യാവശ്യം സ്പേസ് ഉള്ള ആർക്കെങ്കിലും സെയിലാക്കും. നിങ്ങൾ നോക്കിയാൽ കാണാം എൻ്റെ ഒരു കാല് ഒരു 1 ഫീറ്റിനേക്കാളും പ്ലസ് സൈസുണ്ട്. 1 ഫീറ്റ് എന്ന് ആക്ച്വലി മാത്തമാറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ 1 ഫീറ്റ് എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്ററാണ്.
ഇത് 30 സെൻറ്റിമീറ്റർ ഉണ്ടാകുന്ന ഡൗട്ടാണ്. അതിപ്പോൾ 2 സ്കെയിൽ വെച്ച് നോക്കേണ്ടി വരും. ഒരു സ്കെയിൽ എന്ന് പറയുമ്പോൾ 15 സെൻറ്റിമീറ്റർ, 2 സ്കെയിൽ എന്ന് പറയാൻ നേരത്ത് 30 സെൻറ്റിമീറ്റർ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നാടൻ അളവ് വെച്ചൊരു കാല് വെച്ച് കാണിച്ചു തന്നതാണ് ഗൈസ്. അപ്പോൾ സംഭവം നല്ല രീതിയിൽ അഗ്രസീവാണ്. അഗ്രസീവ് മാത്രമല്ല ഭയങ്കര പെടപ്പാണ് കേട്ടോ. നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ ഭയങ്കര പണിയായിരിക്കും. ഒറ്റ കയ്യിൽ പിടിക്കുക എന്ന ഒരു വ്യാമോഹം ആർക്കും വേണ്ട. എത്ര ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും ഒറ്റ കയ്യിൽ ഇത്രയും സൈസുള്ള ഒരു ജൈൻ ഗോറാമിനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ പിടിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് തലയൊക്കെ നെക്കി പീച്ച് പിടിക്കാൻ പറ്റും. പക്ഷേ അത് മീൻ ചിലപ്പോൾ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് മാക്സിമം ഇതിനെ പിടപ്പിക്കാതെ പിടിക്കാനാണ് ഞാൻ നോക്കുന്നത്. സംഭവം കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ബുദ്ധിമുട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഫോൺ മാറ്റി വെച്ചിട്ട് എനിക്ക് 2 കൈ കൊണ്ട് നല്ല സ്ട്രോങ് ആക്കി പിടിക്കാവുന്നേ ഉള്ളൂ. ഞാനിത് കയ്യിൽ എന്തായിരുന്നു നിൽക്കുമെന്ന് ഓർത്താണ് ഈ ഒറ്റ കൈ കൊണ്ട് പിടിക്കാൻ നോക്കുന്നത്. പക്ഷെ അങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നടക്കത്തില്ലെന്ന്. അപ്പോൾ അതിനാ പിടിച്ച് കീഴ്പ്പെടുത്തുന്നതിനിടക്ക് ഇഷ്ടംപോലെ ചെതുമ്പൽ പോയി കേട്ടോ എൻ്റെ മേത്തുനിന്ന്. അതിൻ്റെ മേത്തുള്ള ചെതുമ്പൽ കാണണം. മറ്റേ അരാപ്പായ്മയുടെ ആ ഒരു കട്ടിയില്ലേ, അത്രയും കട്ടിയില്ലേലും അതിൻ്റെ അടുത്തൊക്കെ വന്നുണ്ട്. സംഭവം മറ്റേ പ്ലാസ്റ്റിക് പോലെയാണ്, പക്കാ പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം ഒരു ബക്കറ്റിൽ തൽക്കാലം ഒതുങ്ങിയിരിപ്പുണ്ട്. ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞ് നടുവൊന്നും പോയിട്ടില്ല. കുറച്ച് നേരത്തേക്ക് ഇരുന്നെന്ന് പറഞ്ഞു. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നടു അങ്ങനെ തന്നെ ആ ഒരു സ്റ്റിഫായി പോകും കേട്ടോ. കമ്പി പോലെ ആയിപ്പോവും നടുവെന്ന് പറയുമ്പോൾ. പിന്നെ വളയത്തും തിരിയത്തൊന്നുമില്ല. കുറേ നേരം വെക്കാൻ നോക്കണം. സംഭവത്തിനോ എന്തായിരുന്നു പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അതിനും പാടായിരിക്കും, നമുക്കും പാടായിരിക്കും. പലയിടത്തും ചെതുമ്പൽ പോയി ചോര വരാൻ കണ്ട് കേട്ടോ. ചോര കളിയായിരുന്നു. കൺട്രോളാക്കാൻ ഒടുക്കത്തെ പണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായില്ല ജൈൻ ഗോറാമയുടെ. വളർത്തുന്നവരെല്ലാം സൂക്ഷിക്കുക. ഒരു ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാത്ത ആളാണെങ്കിൽ ജസ്റ്റ് ഒരു തോർത്ത് കൊണ്ടുവന്ന് സംഭവത്തിനെ മൂടി ബോഡിയായിട്ട് ചേർത്ത് പിടിച്ചങ്ങ് പോയിച്ചാൽ മതി. അപ്പോൾ അധികം പിടക്കാതെ നമുക്ക് കൺട്രോളാക്കാൻ പറ്റും. അപ്പോൾ ടാങ്ക് വറ്റിക്കുന്നതിനിടക്കാണ് അറിഞ്ഞത് 3-4 ദിവസമായിട്ട് നമ്മുടെ ജപ്പാൻ വെള്ളം ഇല്ലെന്ന്. ഞാൻ ടാങ്കിൽ ജപ്പാൻ വെള്ളം മാത്രം നടക്കാറുള്ളത്. ജപ്പാൻ വെള്ളവും ഇല്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ടാങ്കിലോട്ട് നടക്കാൻ വെള്ളം ഇല്ല എന്ന വെള്ളം വറ്റിച്ച് കഴിഞ്ഞാണ് അറിഞ്ഞത്. അപ്പോഴാണ് വീട്ടുകാരെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും പിന്നെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ടാങ്കില്ലേ, നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ്, അവത്തിലാണെങ്കിൽ മുഷി, രോഹു, ആവക മീനുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അവത്തിലോട്ട് തൽക്കാലത്തേക്ക് ജൈൻ ഗോറാമിന് ഇടും. വെള്ളം 3-4 ദിവസത്തേക്കില്ലെന്ന് അറിഞ്ഞ്. വെള്ളം വന്നു കഴിഞ്ഞിട്ട് ഇവത്തിൽ നിന്ന് മാറ്റി തിരിച്ച് നമ്മുടെ പഴയ ജൈൻ ഗോറാമിൻ്റെ ടാങ്കിലോട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഒടുക്കത്തെ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഒടുക്കത്തെ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റെസിസ്റ്റൻസ് ആണ്. പിടിക്കാനൊക്കെ ഒടുക്കത്തെ പാണിയാണ്. നിങ്ങൾക്ക് ആ ഒരു പവർ കണ്ടറിയാൻ പറ്റുമല്ല. ഇതിൻ്റെയൊക്കെ അടിവല്ല മുഖത്തിട്ട് നെഞ്ചത്തിട്ടൊക്കെ കിട്ടിയാൽ കിളി പോവും. അപ്പോൾ വെള്ളത്തിൽ വെച്ചൊക്കെ വലിയ കുളത്തിൽ വെച്ചൊക്കെ ഇതിനെ പിടിക്കാൻ നോക്കുന്നതൊക്കെ റിസ്ക്കാണ്. ചിലപ്പോൾ ചാടി മുഖത്തോട്ടൊക്കെ വീഴാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കയ്യിലൊക്കെ നിറച്ചും ചോരയായി. അവിടെ ഇവിടെയൊക്കെ ചോര കാണാം. പിന്നെ ഈ കാണുന്ന പോലെ കണ്ടല്ലോ, ഭിത്തിയിലും ഈ ഒരു ഏരിയയെ ഫുള്ള് വെള്ളമാക്കിയത് ഇവനാണ്. ഇവൻ പിടച്ച് ആക്കിയതാണ്. ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അപാര സ്ട്രെങ്ത്താണ്. സാധാരണ ഇപ്പോൾ വരാലിന് പോലും ഇങ്ങനത്തെ സ്ട്രെങ്ത് ഇല്ല. വകവരാൽ അതിനൊന്നും ഇത്രയും നമുക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല പിടിക്കാൻ. ഇവൻ ഇത്രയും മസ്കുലർ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ആളെ തൽക്കാലം മറ്റേ ടാങ്കിൽ വെള്ളം വന്നവരെയും ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലായിട്ടിരിക്കുന്നത്. ഇത്തരമുള്ള മീനുകളെയൊന്നും ഉപദ്രവിക്കില്ല എന്ന് ഓർക്കാം. പിന്നെ ഇത് കണ്ട ഗൈസ്, കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ജൈൻ ഗോറാമിൽ നിന്നും ഊരിപ്പോയ ചെതുമ്പലുകളാണ് കേട്ടോ. അതിൻ്റെ ഒരു സൈസ് കണ്ടല്ല, ഒരു ചെറിയ ടൈപ്പ് ജെല്ലി ഫിഷ് ഇല്ലേ ഇടക്കിടക്ക് കായലിൽ നിന്നും കടലിൽ നിന്നൊക്കെ ചില വീഡിയോകളിൽ നമ്മൾ കണ്ടു കാണും. അതേപോലെ ഇരിപ്പുണ്ട്. ആ ഒരു ചെതുമ്പലിൻ്റെ സൈസാണ് നിങ്ങൾ കാണുന്നത്. മനുഷ്യരുടെ നഖം പോലെ തന്നെ മറ്റൊരു അപ്പിയറൻസ് ഈ ഇരിപ്പുണ്ട് കേട്ടോ. നഖത്തിനെ കാണാൻ നല്ല വലുതാണ്. അപ്പോൾ ഈ ഒരു മൽപ്പിടുത്തത്തിനിടയ്ക്ക് ഒരു 10-12 ചെതുമ്പലോളം അതിൻ്റെ ഊരി പോയിട്ടുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു, ഈ ഒരു ടാങ്കിലെ വെള്ളം നമ്മൾ വറ്റിച്ചിട്ടാണ് മീനെ പിടിച്ചത്. എന്നാലും ഇഷ്ടംപോലെ ലൈവ് ഫീഡുകൾ ഇതിന് മിച്ചമുണ്ട്. അപ്പോൾ നമ്മൾ ഈ താഴെ കിടക്കുന്ന ഈ ചെളിയിലാണ് ആ ലൈവ് ഫീഡുകളെല്ലാം ഉള്ളത്. അതിലെല്ലാം കൂടി ഒരു അരിപ്പയിലോട്ട് ആക്കിയിട്ടുണ്ട്, ഒരു ബാസ്ക്കറ്റ്. ഇത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മൂടി വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്, ഈച്ച കയറാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇങ്ങനെ മീനരിക്കാൻ ഉപയോഗിക്കുന്നു. അവത്തി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ലൈവ് ഫീഡുകൾ കിടപ്പുണ്ട്. പ്രധാനമായിട്ടും മറ്റേ കരിങ്കണ്ണിയൊക്കെയാണ് കേട്ടോ. സ്പൈക്ക് ടൈൽഡ് പാരഡൈസ് ഫിഷ്, നമ്മുടെ ഇന്ത്യൻ ഫൈറ്റർ എന്നൊക്കെ പറയും. അതിഷ്ടം പോലെ ഉണ്ട്. ഇതിനെല്ലാം നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിനും നാടൻ വരാലിനും മട്ടാനൊക്കെ ലൈവ് ഫീഡായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ട്രാപ്പിനകത്ത് സൂക്ഷിച്ചിരുന്ന മീൻ. ട്രാപ്പാണെങ്കിൽ മഴ എന്തോ വന്നപ്പോൾ ജൈൻ ഗോറാമയുടെ വാലെന്തോ കൊണ്ടിട്ട് മറിഞ്ഞ് ടാങ്കിലോട്ട് വീണു. മീനുകളെല്ലാം ടാങ്കിലോട്ട് റിലീസായി. അപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ നിന്നും അത് വറ്റിച്ചിട്ട് നമ്മൾ പിടിച്ച ലൈവ് ഫീഡുകളാണ് ഈ കാണുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ മറ്റൊരു സ്ഥലത്തെ പാടത്തുനിന്ന് പിടിച്ചേണ്ടി വന്നതാണ് കേട്ടോ. എല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മുടെ മീനുകൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഇങ്ങനത്തെ ട്രാപ്പിൽ അല്ലെങ്കിൽ മറ്റേ കന്നാസുകളിൽ നമ്മൾ സൂക്ഷിക്കും. വല്ലപ്പോഴും പിടിച്ച് കുറച്ചെണ്ണത്തിന് കൊടുക്കും. തൽക്കാലത്തേക്ക് ഈ ഒരു നീല കന്നാസിലോട്ടാണ് നമ്മൾ ഇവറ്റകളെ ഇടുന്നത്. വീണ്ടും ട്രാപ്പിൽ വെച്ചിട്ട് അത് ജൈൻ ഗോറാമിൻ്റെ ടാങ്കിൽ വെക്കുവാണെങ്കിൽ മറിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഇതാകുമ്പോൾ എങ്ങും പോകത്തില്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ കണ്ടല്ല ഗൈസ്.
ഇനി ഇതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അക്വേറിയത്തിലെ ഒരു പ്ലാന്റഡ് അക്വേറിയം സെറ്റപ്പ് ചെയ്താൽ നാച്ചുറൽ പ്ലാന്റഡ് അക്വേറിയം സെറ്റപ്പ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടുവന്ന് ഓർക്കുന്നു. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ 1.5 മാസത്തേക്ക് ചെയ്യുന്നില്ല. പിന്നെ ഷോർട്സിൻ്റെ നമ്പർ കുറക്കാൻ പോകുകയെന്ന് പറഞ്ഞതിൻ്റെയും കാരണം വരുന്നത് കൊണ്ടല്ല, ഒരു അർജൻറ്റായിട്ടുള്ള കുറച്ച് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യൽ അതൊക്കെ നല്ല രീതിയിൽ ടൈം എടുത്താൽ ചെയ്യുന്നത്. പിന്നെ കണ്ടൻറ്റ് വല്ലതും ചെയ്യുവാണെങ്കിൽ അതിനെപ്പറ്റി നല്ല രീതിയിൽ റിസർച്ച് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കാൻ ടൈമില്ല. സോ പറ്റുന്ന പോലെ വീക്ക്ലി 1-2 വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു 1.5 മാസത്തേക്ക്. അപ്പോൾ അതുവരെ വീഡിയോ കാണുന്നവർ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാത്തവർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് വന്നത്. ദാറ്റ്സ് ഓൾ. ഇനി ഒരു 1.5 മാസം കഴിഞ്ഞ് കാണാം. അതുവരെയും ബൈ.